ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ അടുത്ത സ്ഥലം എത്തിയിരിക്കുന്നത് ഞങ്ങളിപ്പം കുത്തബ് മിനാർ കാണാനാണ് ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് ദൂരോട്ട് നടന്ന് പോകണം. അപ്പോൾ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് തന്നെ അവർ റെഡിയാക്കി തന്നതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് പിന്നെ എടുക്കേണ്ടി വന്നില്ല. അപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ക്യൂ ആണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ടോക്കണൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് അകത്തോട്ട് കയറി. അപ്പം നമ്മൾ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ ആ ഒരു ടോക്കൺ സൂക്ഷിച്ച് വെച്ചിരിക്കണം. അങ്ങനെ പിന്നെ അതിനകത്തോട്ട് കയറിയതാണ് കേട്ടോ. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. അകത്ത് കയറിയതിന് ശേഷം നമുക്ക് കുറച്ച് ദൂരം കൂടെ നടക്കേണ്ടതുണ്ട്. അപ്പം അവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ ആ ഒരു പരിസരവും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. നല്ല വൃത്തിയാണ്. ഓരോ ചെടികൾ എല്ലാം നല്ല രീതിയിലാണ് അവർ സംരക്ഷിച്ചൊക്കെ വരണത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനും ഒക്കെ. അപ്പം ഞങ്ങളിതാ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തിൽ കയറുന്നതിന് നമുക്ക് ടോക്കൺ എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 40 രൂപ വെച്ചാണ് ടോക്കൺ ചാർജ്. അപ്പോൾ ആ വണ്ടിക്കാർ തന്നെ നമുക്കത് സംഘടിപ്പിച്ച് തരും. അപ്പോൾ ഇവിടെയും നമുക്ക് അരമണിക്കൂർ സമയമാണ് അവർ തന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. കഴിക്കാമെന്ന് വെച്ചാൽ നമുക്ക് വെള്ളമൊക്കെ ധാരാളം കുടിച്ചപ്പോൾ നമുക്ക് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കണമെന്ന് തോന്നിയതേ ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. നമ്മൾ പോയ സമയം നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ ധാരാളം വെള്ളം ദാഹം കാരണം അടിക്കടി അങ്ങനെ വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. എല്ലാ കൂട്ടുകാരും പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുക. ഇപ്പം നമ്മൾ ചരിത്രങ്ങളിലും കേട്ടിട്ടുള്ള ഒരു മഹത്തായ ഒരു ലോക അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട കുത്തബ് മിനാർ കാണാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണേ.
അപ്പോൾ ലോകാത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ നമ്മുടെ കുത്തബ് മിനാർ കാണാനും അവിടുത്തെ ഭംഗികൾ ആസ്വദിക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. ഇതിൻ്റെ ഓരോ കല്ലുകൾക്കും ഓരോ മതിലുകൾക്കും എല്ലാം ഒരുപാട് ചരിത്രപരമായ കഥകൾ പറയാനുണ്ടാവും. പക്ഷേ അതൊന്നും എനിക്ക് പറയാനേ അറിയത്തില്ല. എന്തായാലും ഒരുപാട് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളും നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ ആയിരുന്നു ഇവിടെ. നമുക്കതിനകത്ത് കയറാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം. ഇതിൻ്റെ ഒരു ഭിത്തികളൊക്കെ കണ്ടോ, അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഓരോ കല്ലുകൾക്കും ഒരു പ്രത്യേക തരം ഒരു സൗന്ദര്യമാണ് അതിനുള്ളത് കേട്ടോ. അത് കണ്ട് നമ്മൾ മതിമറന്ന് നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഭംഗിയും കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് അറിയുള്ളൂ. അപ്പം ഞാൻ കണ്ട കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളിലും എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതും. പിന്നെ എന്തെങ്കിലും കാലത്ത് നമുക്ക് ഫോണിൽ നിന്ന് പോയിരുന്നാലും നമുക്ക് ഈ ഒരു കാഴ്ചകൾ കുറേ കാലത്തിന് ശേഷവും നമുക്കിരുന്ന് കാണാനും സാധിക്കുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കണ്ടോ, ഒരുപാട് ചെടികളും ഒക്കെ ഓരോ സൈഡിലൊക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ വെയിലൊക്കെ ആയപ്പോഴേക്കും നമുക്ക് തളർന്നു പോയി, നല്ല രീതിയിൽ തളർന്നു. അത്രയ്ക്ക് വെയിലും ചൂടുമായിരുന്നു. നമ്മൾ ആ ഓരോ കമ്പിയിലും ഒക്കെ തൊടുമ്പോൾ തന്നെ കൈയൊക്കെ പോവായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. ഏകദേശം ഇപ്പോൾ ഒരു 3:30 അടുപ്പിച്ച് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ഇനി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയ ശേഷം നമ്മൾ പുറത്തിറങ്ങാൻ പോകുമ്പോഴേക്കും നമ്മളെ കയ്യിലുള്ള ടോക്കൺ അവിടെ വരുന്ന ആ ഒരു ഗേറ്റിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. അതിന് ശേഷം ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. വണ്ടിയിൽ കയറിയതിന് ശേഷം ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.